ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് പെട്ടെന്ന് തന്നെ മാളവികയെ ഫോൺ എടുത്ത് വിളിച്ചിട്ട് മാളവികയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ മാളവിക ശരി, ഓക്കെ സാർ, ഞാൻ അതുപോലെ ചെയ്യാം എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മാളവിക ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. ആ സമയത്ത് ഓർക്കാപ്പുറത്ത് ഓടി മാളവിക ഡേവിഡിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അത് തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ബർമയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തതാണെന്ന് പറയാമെന്നൊക്കെ പറഞ്ഞാൽ ഡേവിഡിന് സംസാരിക്കാം. ശരി സാർ, അപ്പോൾ ആ ഡയമണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ ഡിസൈൻ വരയ്ക്കാൻ ഞാൻ മാളവികയോട് പറയാം. അപ്പോൾ ഇയാൾ സംസാരിക്കുന്നത് മുഴുവൻ മാളവിക കേട്ടുകൊണ്ട് വരിക കേട്ടോ. മാളവിക ഒളിച്ചു നിന്ന് കേൾക്കുക. ആ ഡിസൈൻ ഞാൻ സാറിന് അയച്ചു തരാം, സാർ ഒരു തീരുമാനം എടുക്കാനും പറഞ്ഞു. അപ്പോൾ ഓക്കെ സാർ, ആയിക്കോട്ടെ സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഇയാൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാളവികയ്ക്ക് കിട്ടിയല്ലോ. മാളവിക എന്നിട്ട് ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ്. അത്രയും ചെറിയൊരു ഹിൻഡ് അത്. അപ്പോൾ പെട്ടെന്ന് ഇടിച്ചു കയറി മാളവിക അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും മുന്നറിയിപ്പില്ലാതെ ഈ ക്യാബിനിലേക്ക് വരാൻ മാളവികയ്ക്ക് മാത്രമേ ഞാൻ അനുമതി തന്നിട്ടുള്ളൂ എന്ന് ഇയാൾ പറയുമ്പം ഞാൻ വന്നത് സാറിന് ഡിസ്റ്റർബൻസ് ആയോ എന്ന് ചോദിച്ചു. ഹേയ്, ഒരിക്കലും ഇല്ല കേട്ടോ, ഞാൻ മാളവികയെക്കുറിച്ചാണ് ഒരു കസ്റ്റമറോട് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ഇങ്ങനെ പറയുമ്പം അതൊരിക്കലും ഒരു കസ്റ്റമർ അല്ല, തനിക്ക് മുകളിലുള്ള തൻ്റെ ബോസ് തന്നെയാണെന്ന് മാളവിക മനസ്സിൽ പറയുന്നു. അപ്പോൾ മാളവിക ഇരുന്നോളാൻ പറഞ്ഞു. ഇരിക്കാൻ സാറെന്ന് പറഞ്ഞ് മാളവിക വന്ന് അടുത്തിരിക്കുന്നു. ആ സമയം അതെ, നല്ല ഒറിജിനൽ ഡയമണ്ട് വരുന്നുണ്ടെന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണെന്ന കാര്യവും പറയുക. അപ്പോൾ ശരിയെന്നും പറഞ്ഞിരിക്കുന്നു. അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല കുറച്ച് ഡിസൈൻസ് ഉണ്ടാക്കണമെന്ന കാര്യം പറയുവാണ് ഇയാൾ. ഇപ്പോൾ ചെറിയ പാർട്ടികളൊന്നും സ്വർണം വാങ്ങാനൊന്നും വരുന്നില്ലെന്നേ, എല്ലാം വലിയ വലിയ പാർട്ടികളാണ്. അവർക്ക് ക്യാഷൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഡയമണ്ട് പതിച്ച നെക്ലേസിന് 10 ലക്ഷത്തിന് മുകളിലേക്കാണ് വില വരുന്നത്. ചിലതിന് കോടികളും വരുന്നുണ്ട്. പിന്നെ അതൊക്കെ വിറ്റു പോകുമ്പോഴേ ഒരു ലാഭവിഹിതം അത് മാളവികയ്ക്കും ലഭിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഈ ഫീൽഡിലുള്ളതിൻ്റെ ഇരട്ടി സാലറിയാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. അതിൻ്റെ കൂടെ ഇനി ലാഭവിഹിതത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സാറെന്ന് മാളവിക ചോദിക്കുമ്പം അത് നമ്മൾ തമ്മിലുള്ള കണ്ടീഷനാണ്. മാളവിക ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ അതേപ്പറ്റി പറഞ്ഞിരുന്നുവെന്നും ഇയാൾ പറയുന്നേ. അപ്പോൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഒരു നഷ്ടമായി ഞങ്ങൾ കരുതുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം സാറിൻ്റെ ഇഷ്ടമെന്ന് മാളവിക. അല്ല, മാളവിക ഇങ്ങോട്ട് വന്നത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഇത് നോക്കിക്കേന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ഈ ഡിസൈൻ ഒന്ന് സാറിനെ കാണിക്കാനാണ് ഞാൻ വന്നതെന്നും പറഞ്ഞ് മാളവിക അതൊരു പുതിയ ഫാഷനാണെന്നും പറഞ്ഞെടുത്ത് കാണിച്ചു. ഇയാളന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയം മാളവികയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പ്രൊസീഡ് ചെയ്തോളാനും ഇയാൾ പറയുവാണ്. ഇനി ആരോടും ചോദിക്കാനും പറയാനൊന്നും ഇല്ലയെന്നും പറഞ്ഞു. മാളവിക തയ്യാറാക്കുന്നത് എന്തും കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം 100% ഉറപ്പാന്ന് പറയുന്നു. അത് കേട്ടപ്പം എന്നാലും സാർ ഇതൊക്കെ മറ്റാർക്കും അയച്ചു കൊടുക്കാറുണ്ടല്ലോ, അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. മാളവികയാണ് ഡിസൈൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഫൈനൽ ഡിസിഷൻ മേക്കർ എന്ന് പറയുമ്പോഴത്തേക്കും താങ്ക് യു സാർ എന്ന് പറഞ്ഞു മാളവിക. അതും പറഞ്ഞ് മാളവിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. മാളവിക അങ്ങ് പോയപ്പോൾ ഡേവിഡ് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും ഡേവിഡിനും ഹാപ്പിയായി. മാളവിക ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി തൻ്റെ ക്യാബിനിൽ ചെന്നിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ആദർശിന് വോയിസ് നോട്ട് ഇട്ട് കൊടുത്തു. ഡേവിഡിൻ്റെ സംസാരം ഞാൻ കേട്ടു, ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ടാണ് ഇവിടെ വിൽക്കുന്നതെന്ന്. അത് വെച്ച് എന്നോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മാളവിക പറയുക. അപ്പം മാളവിക സാരമില്ല, അത് നമുക്കൊരു തുറുപ്പ് ചീട്ടാണെന്ന കാര്യം പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുമല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് നീ നിൻ്റെ ജോലി ചെയ്തോളാൻ ആദർശ് മാളവികയ്ക്കൊരു വോയിസ് നോട്ടും അങ്ങിട്ടു. അത് മാളവിക കേൾക്കുകയും ചെയ്തു. എന്തായാലും വേൺ ജ്വല്ലറിയുടെ വൻ തട്ടിപ്പ് വീണ്ടും ഇവർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളെ മാളവിക കയറി പണി തുടങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആദർശ് ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നവ്യ കേട്ടോ. നവി അതിലെയോ അവിടെ പോയിട്ട് നേരെ വീട്ടിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും പാവൻ ചന്തമോൾ അവിടെ നിന്ന് കളിക്കും. അതിനെ കണ്ടപ്പോൾ അതിനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. നവിയുടെ നോട്ടം കാണുമ്പോഴത്തേക്ക് ആ കൊച്ചിന് പേടിയായിട്ട് പാടില്ല. അതാണ് ഇങ്ങനെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. ദേവയാനി വന്നപ്പോൾ മുത്തശ്ശി എന്നും പറഞ്ഞിട്ട് ദേവയാനിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് കൊച്ച്. എന്താ മോളെ എന്ന് ചോദിച്ചുവിട്ട് കൊച്ചിന് വേഗം എടുത്തു വിട്ടോ ദേവയാനി. അപ്പോഴത്തേക്ക് നവ്യ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി കൊച്ചിനോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി എന്ന് കൊച്ചു പറയുക. അന്നേരം മോള് പേടിക്കണ്ട കേട്ടോ, വല്യമ്മ മോളുടെ അടുത്തേക്ക് വരുവാണെങ്കിലേ മോള് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ചന്തുമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. നവ്യ റൂമിലേക്ക് ചെന്നു. കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പിന്നെ നിൽക്കുവാണ്. ഒരു രക്ഷയില്ല. ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. അങ്ങനെ നോക്കുമ്പോഴാണ് അവ ചെയ്യുന്ന ചീപ്പ് അവിടെ ഇരിക്കുന്നതും അതിൽ നിന്നൊരു മുടിനാരിഴ ഈ നവി എടുക്കുന്നതും. അപ്പോൾ ഇന്ന് തന്നെ രണ്ടും ഡേവിഡ് സാറിന് എത്തിച്ചു കൊടുക്കണം, ഈ DNA ടെസ്റ്റ് നടത്താനുള്ള സാധനങ്ങളെ. അപ്പോൾ അബിയുടെ മുടി കിട്ടി. ഇനിയിപ്പോൾ ആ കൊച്ചിൻ്റെ കാര്യമാണല്ലോ, അതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം നവ്യ ഡേവിഡിനെ വിളിക്കുന്നു. ഡേവിഡിനെ വിളിച്ചിട്ട് ഇപ്പം തന്നെ
ചന്തമോളുടെ മുടി ഞാൻ എടുക്കാം സാർ, അബിയുടെ മുടി എനിക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പം അത് ഇങ്ങോട്ട് കൊണ്ടൊന്ന് കഷ്ടപ്പെടേണ്ട, ഞാനൊരു പയ്യനെ അവിടേക്ക് വിടാം എന്നീ ഡേവിഡ് പറയുക. ഗേറ്റിനരികിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ അവൻ അവിടെ എത്തുമെന്നും പറഞ്ഞു. അപ്പം ശരി സാറെന്നും പറഞ്ഞ് നവ്യ ഫോണും കട്ട് ചെയ്തു. ഡേവിഡ് ആണെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കാം എന്നുള്ള ഒരു ഭയങ്കര സെറ്റപ്പിൽ. അങ്ങനെ നവ്യ അവിടെ കൊച്ചിൻ്റെ മുടി എടുക്കാനുള്ള ആ ഒരു ഇതിലാണ്. ഈ സമയം നാഗേന്ദ്രൻ അവന്തികയെ വിളിക്കുക. മോളെ, നവ്യയ്ക്ക് നേരത്തെ അബിയെ സംശയം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഭയങ്കര വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നേ, അതിനേക്കാളും വലിയ വിശ്വാസമാണ് ഡേവിഡിനെ. അതാണ് നമ്മുടെ തുറുപ്പ് ചീട്ട് എന്നൊക്കെ പറയുമ്പോൾ മകളിരുന്ന് ചിരിക്കുന്നു. ഡേവിഡ് എന്തു പറഞ്ഞാലും അവൾ കണ്ണും അടച്ചങ്ങ് വിശ്വസിക്കുമെന്നും പറയുന്നു. ഇനി നവ്യ എന്ന് പറയുന്നവളെ കൊണ്ട് ഞാൻ അനന്തപുരിയുടെ ആസ്തിവാരം തോണ്ടിച്ചോളാമെന്ന് ഇയാൾ പറയുക. അപ്പോൾ അവളുടെ കാര്യം അച്ഛൻ അറിയാവുന്നതാണല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവളെ. അഭിയേട്ടനും അതുപോലെ തന്നെയാണെന്ന് അവന്തിക പറയുമ്പം ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് വരെ അവൾ അഭിയുടെ ജീവിതത്തിൽ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങും, അതിനൊരു മാറ്റവും ഇല്ല എന്ന് നാഗേന്ദ്രൻ പറയുന്നു. അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ജലജ വന്നപ്പോഴത്തേക്കും ദേ അച്ഛൻ്റെ ശത്രു വരുന്നുണ്ടെന്ന് പറഞ്ഞു. ശത്രുവോ? ആ അതെ, അമ്മ വരുന്നു എന്ന് പറയുമ്പോൾ ഓ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴേക്കും ജലജയ്ക്കൊരു സംശയം, നീ ആരോടാ സംസാരിക്കുന്നേ എന്നും വന്ന് ചോദ്യം ചെയ്തപ്പോൾ അച്ഛനോടാന്ന് പറഞ്ഞു. അച്ഛനോടോ? ഏതച്ഛനോട്? അപ്പോഴത്തേക്കും അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛനോടാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നീ എന്തിനാ ഞാൻ വന്നപ്പോൾ ഫോൺ കട്ട് ചെയ്തത്? അപ്പോൾ ഞങ്ങളുടെ സംസാരം കഴിഞ്ഞപ്പോഴും അമ്മ വന്നതെന്ന് അവന്തിക. എനിക്ക് അങ്ങനെ അല്ലല്ലോ തോന്നിയത്. അപ്പോൾ എന്താ ഇനി ഞാൻ അമ്പറിലോട്ട് ഒന്നുകൂടെ വിളിക്കണോ, എന്നിട്ട് അമ്മയ്ക്ക് സംസാരിക്കണോ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ വേണ്ടേ, അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോൾ ആരെ വിളിക്കുന്നു, എവിടെ പോകുന്നു, എന്താ ചെയ്യുന്നതെന്നൊന്നും എന്നോട് പറയാറില്ലല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞാൽ തന്നെ എനിക്ക് നിൻ്റെ മേൽ ഒരു സ്വാധീനം ഇല്ലല്ലോ. അമ്മയുടെ മോനും കൂടി ഈ വീടിനകത്ത് എന്തെല്ലാം കുഴപ്പങ്ങളോ ഉണ്ടാക്കുന്നത്. നവ്യയിടത്തിൽ നാളെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാതെ എല്ലാവരും ടെൻഷനിലാണെന്നും അവരാണെങ്കിൽ ആരോടും ഒന്നും സംസാരിക്കുന്നില്ല എന്നും അവന്തിക പറഞ്ഞപ്പം എൻ്റെ പൊന്നും മോളെ എല്ലാവരും സൂക്ഷിക്കണം, അവൾ രണ്ടും കൽപ്പിച്ച് നടക്കുവാണെന്നാണ് തോന്നുന്നതെന്ന് ജലജ. അപ്പം എങ്ങനെ നടക്കാതിരിക്കും? അതുപോലെയല്ലേ അമ്മയുടെ മോൻ ഓരോന്ന് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഓ അതേപ്പറ്റി അവൾ എന്നോട് അബിയോട് ഇതുവരെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ മോളെ. അപ്പം എന്തിനാ സംസാരിക്കുന്നത്? അവരെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുക, എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് മകൾ അമ്മയും കൂടെ പേടിപ്പിക്കുന്നു. അപ്പോൾ ഏട്ടനോടൊന്ന് സൂക്ഷിച്ചോളാം പറഞ്ഞേക്കാനും പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ, അവളുടെ മുറിയിൽ പോയി കിടക്കണ്ടെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനും സമ്മതിക്കുന്നില്ലല്ലോ ഇവിടെ ഒരുത്തി, നിന്റെ മൂത്ത അമ്മായി എന്ന് പറയുമ്പം അമ്മായിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നും അമ്മയുടെ മോൻ്റെ തെറ്റുകൾ ഇപ്പോൾ ആദർശേട്ടൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ലേ എന്നും അവന്തിക ചോദിച്ചു. അതിൻ്റെ ദേഷ്യം എന്തായാലും അമ്മയോടും അഭിയേട്ടനോടും അമ്മായി തീർക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത്രയല്ലേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ധൈനേടത്തിയുടെ അമ്മ സത്യം പറഞ്ഞതുപോലെ ഇതുവരെ അമ്മയുടെ നാവിൽ നിന്ന് നടന്നതൊന്നും പുറത്തു പോയില്ലല്ലോ എന്ന് അവന്തിക പറഞ്ഞപ്പം അവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഗൂഢാലോചന ഭാഗമായിട്ടാണ് കനക നവ്യോടെല്ലാം പറഞ്ഞത്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് നടക്കാൻ നേരം മൂത്തമ്മായി അവളാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷമെന്ന് ജലജ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അമ്മയാണെന്നാ. എന്നാൽ പിന്നെ അത് വിളിച്ചു കൂവി നടക്കടി. അവൾ അയർലൻഡിൽ പോയി ഏതൊക്കെ ഡിഗ്രി എടുത്തതോടെ അവൾക്ക് അമ്മയാങ്ങളെ അന്യരായി. അഹങ്കാരി എന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവന്തികയാണെങ്കിൽ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് രാത്രിയായി, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നബി ആരോടും ഒന്നും മിണ്ടാതിരുന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അബിയും ജലജിയും ഇവരെല്ലാവരും ചുറ്റിനിരിപ്പുണ്ട്. അപ്പോൾ ദേവയാനി ചോദിച്ചു, നബി എന്താ ആരോടൊന്നും മിണ്ടാത്തേന്ന്. അപ്പോൾ നബി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഒരു നോട്ടം ദേവയാനി ദഹിപ്പിച്ച്. ആര് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ. അതിന് നബി ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ നബി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ജലജയും അബി ഇങ്ങനെ നോക്കുക, മുത്തശ്ശിയും നോക്കുന്നുണ്ട്. ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ നിന്നോടും നബി ഒന്നും പറഞ്ഞില്ലേടാ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. അപ്പോൾ നബി എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ മോൾ മതിയാക്കിയെന്ന് ചോദിച്ചു. അതെ, മുത്തശ്ശിന് മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. നബി അതിനും ഒരക്ഷരം പോലും മിണ്ടിയില്ല. അവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. നബി അവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം ഇവരെല്ലാവരും കൂടി പരസ്പരം നോക്കാം. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ്റെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ ഇന്ന് ദേവയാനി. അതെ അതെ, ഓ എങ്ങനെ തോന്നുന്നതാണ് നിനക്ക് ഈ സമയത്ത് ആഹാരം കഴിക്കാനെന്ന് ജലജ ചോദിക്കുക അബിയോട്. അപ്പം നിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ജലജയെന്ന് അമ്മ പറഞ്ഞു. നീയൊക്കെ ഒരു അമ്മയാണോടി? അന്നേരം നവ്യെ കാണാതായപ്പോൾ രണ്ടെണ്ണം സന്തോഷത്തോടെ കാത്തിരുന്നതെന്ന് ദേവയാനി പറയാട്ടോ. ഇനി നവ്യ തിരിച്ചു വരരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിനെല്ലാം കാരണം ആ കനകയല്ലേ എന്ന് ജലജ ചോദിക്കുമ്പം അവളെന്താടി ചെയ്തതെന്ന് ചോദിച്ചു അമ്മ. ഇതുപോലൊക്കെ സംഭവിക്കുന്നത് അറിയാവുന്നത് കൊണ്ടല്ലേ അമ്മേ നിങ്ങളാരും നവ്യോട് സത്യങ്ങളൊന്നും പറയാതിരുന്നു എന്ന് ചോദിച്ചു ജലജ. പക്ഷേ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ അത്രയ്ക്ക് സഹികെട്ടതുകൊണ്ടാണ് അവളോട് ഇതെല്ലാം പറയേണ്ടി വന്നതെന്നുള്ള കാര്യം പറയുവാണ് ദേവയാനി. നീയും നിൻ്റെ മോനുമായിരുന്നു സത്യത്തിൽ ആദർശല്ല തെറ്റുകാരനെന്ന് അവളോട് തുറന്നു പറയേണ്ടിയിരുന്നത്. അങ്ങനെ ഒരിക്കലും നീയൊന്നും പറയത്തില്ലല്ലോ. പറയാനേ നിന്നെ കൂടെ ഒന്നും പറ്റത്തുമില്ലല്ലോ. ഓ അബിക്ക് അന്നേരം ദേഷ്യം ഇരട്ടിയാകുക കേട്ടോ.
എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേ. അങ്ങനെ ഇവർ എല്ലാവരും കൂടി ഇരിക്കുന്നു. അപ്പോൾ മുത്തശ്ശനെ കാണാനായിട്ട് നവ്യ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പം മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ മോള് വന്നോ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ നവ്യ അല്ലാത്തൊരു ഒരു അവജ്ഞ പോലെ എന്നിട്ട് മുത്തശ്ശൻ്റെ മുന്നിൽ ചെന്നിരുന്നു. എന്നിട്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് മോളെ ഞാൻ വിളിച്ചതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുവാണ്. മോളോട് അമ്മയെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് മുത്തശ്ശൻ. എന്തു വന്നാലും മോള് വിഷമിക്കണ്ടായെന്നും നിനക്കും നിന്റെ കുഞ്ഞിനും ഉള്ളതെല്ലാം മറ്റെല്ലാവർക്കും നീക്കി വെക്കുന്നത് പോലെ തന്നെ നീക്കി വെച്ചിരിക്കുമെന്ന് മുത്തശ്ശൻ നവ്യയോട് പറയുക കേട്ടോ. നവ്യ അന്നേരം ഇങ്ങനെ നോക്കുക. എന്ന് വെച്ചാൽ നിനക്കും നിന്റെ തലമുറയ്ക്കും ജീവിക്കാനുള്ളത് നീക്കി വെക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴും നവ്യ ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ബുദ്ധിമോശമൊന്നും കാണിക്കരുതെന്നും മുത്തശ്ശൻ നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക. മോളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പിന്നെ AN ജ്വല്ലറിയുടെ മോഡലായതുപോലും ഒരു തെറ്റാണെന്ന് പറയുന്ന കൂട്ടത്തിലല്ല ഞാനെന്നും മുത്തശ്ശൻ പറയുന്നു. മോൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ മോള് തിരഞ്ഞെടുത്തു. അതിനെ ആർക്കും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അവകാശമില്ല എന്നും പറയുന്നു. ഒന്നും അല്ലാത്തപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് നവ്യ. ഇനിയും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. പിന്നെ അഭിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് നിനക്ക് പറയാമെന്നും മുത്തശ്ശൻ പറയുവാണേ. അതെന്തായാലും അനുസരിക്കാൻ ഞാനും ഈ വീട്ടുകാരും തയ്യാറായി തന്നെ ഇരിക്കുന്നത് എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നവ്യൊന്നും മിണ്ടാതിരുന്നു. മോളെന്തോ ഒന്നും പറയാത്തേന്ന് ചോദിച്ചു മുത്തശ്ശൻ. എനിക്കൊന്നും പറയാനില്ല എന്നാണ് നവ്യ മുത്തശ്ശനോട് പറഞ്ഞത്. അത്രയും പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുക. അപ്പം നവ്യ പോകുന്നത് കണ്ടുകൊണ്ടേ മുത്തശ്ശി വന്ന് മുത്തശ്ശൻ്റെ അടുത്ത് ഇരുന്നു. ആ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ അവളെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അവൾക്കൊന്നും പറയാനില്ലെന്നാണ് പറഞ്ഞത് മുഴുവനും അവളെല്ലാം കേട്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ. പ്രതികരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ആഹാരം കഴിക്കാൻ വന്നപ്പോഴും അത് തന്നെയാണ് ഉണ്ടായതെന്നും ആരോടും ഒന്നും മിണ്ടിയില്ല എന്ന കാര്യവും മുത്തശ്ശി പറയുവാണ്. പിന്നെ എന്തൊക്കെയോ മനസ്സിനകത്ത് കൊണ്ട് നടക്കുകയാണെന്ന് പറയുമ്പോൾ ചെന്നായുടെ മനസ്സുള്ള ഒരുത്തനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയായിരുന്നില്ലേ നവ്യ. തൻ്റെ കണക്കുകൂട്ടലുകൾ മുഴുവനും തെറ്റിയെന്ന് മനസ്സിലായപ്പോൾ തകർന്നു പോയിട്ടുണ്ടാകുമെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുന്നു. അതിൽ നിന്ന് ഇനി പഴയപടിയാവാൻ അവൾക്ക് കുറച്ച് സമയം എടുക്കുമെന്നുള്ള കാര്യവും പറയുന്നു. അപ്പോൾ അതറിയാവുന്നത് കൊണ്ടാണ് അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചതെന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു. എന്നാൽ അതുകൊണ്ടൊന്നും അവൾക്കുണ്ടായ ആ ഒരു ഇത് മാറുമെന്നൊന്നും തോന്നുന്നില്ല എന്നും പറഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ചോദിച്ചിങ്ങനെ ഇരിക്കും. ഈ സമയത്ത് അബി മുറിയിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നവ്യ റൂമിലേക്ക് കയറി വന്നു. വാതിലടച്ച് കുറ്റിയിട്ടു. അബിയുടെ കയ്യും കാലും കിടന്ന് കിളിയിലാന്ന് വിറയ്ക്കാണ്. നവ്യ ഇവനെ തന്നെ നോക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് അബിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുവാണേ, തുറിച്ച് നോക്കി. അപ്പം നിൻ്റെ അമ്മ ഈ വീട്ടിൽ അടുക്കളക്കാരിയായില്ലേ, നീയും അടുക്കളപ്പണി ചെയ്യല്ലേ എന്ന് നവ്യ അബിയോട് ചോദിക്കുക. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ എന്താടാ ഒന്നും വ്യക്തമായിട്ട് പറയാത്തത് നവ്യ ചോദിച്ചു. അത് എന്നും പറഞ്ഞ് നിൽക്കുമ്പം ചന്തമോൾ ആരുടെ കുഞ്ഞാണെന്ന് നവ്യ അബിയോട് ചോദിക്കുന്നത്. അബിക്കാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല. പറയടാന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ചു നവ്യ. നിൻ്റെ നാവിൽ നിന്ന് എനിക്ക് സത്യം അറിയണമെന്ന് പറയണു. പിന്നെ ആരുടെ കുഞ്ഞാ ചന്തമോള് പറയടാ എന്നും പറഞ്ഞു ഒച്ച വയ്ക്കുക. അവളുടെ അച്ഛൻ ആരാണെന്നും ചോദിച്ച് നവ്യ ഒച്ച വെച്ചിട്ട് ഇവൻ്റെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു. മര്യാദക്ക് പറഞ്ഞു. ചന്തമോളുടെ അച്ഛൻ ആരാടാണെന്ന് ചോദിച്ചുകൊണ്ട് കത്തിയെടുത്ത് നേരെ പിടിക്കുമ്പം നവ്യ എനിക്കൊരു അബദ്ധം പറ്റി, എനിക്കൊരു തെറ്റുപറ്റി പോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ കത്തിയെടുത്ത് അബിയുടെ വയറ്റത്തോട്ട് ഒരു ഒറ്റ കുത്തായിരുന്നു നവ്യ. അയ്യോ എന്ന് പറഞ്ഞൊരു ഒച്ചയും കേൾക്കുന്നു. അമ്മേന്നും പറഞ്ഞൊരു ശബ്ദവും കേട്ട് വയറും പൊത്തിപ്പിടിച്ച് ബാൽക്കണിയിൽ നിൽക്കുന്ന അബി അത് സ്വപ്നം കണ്ടതായിരുന്നു. നവ്യ അത് ചെയ്യുമെന്നുള്ളത്. എന്നിട്ട് 4 പാടി നോക്കാം. കുത്തി കിട്ടിയില്ലല്ലേ. അങ്ങനെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. മുറിയിലേക്ക് പോകാൻ പോലും പേടിയായിട്ട്. എന്ത് ചെയ്യണമെന്ന് അബിക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് വന്നൊരു കൈ. അയ്യോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ജലജ. എന്തോന്നാടാ നീ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് അമ്മ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് മുറിയിലോട്ട് പോകും പേടിയാ അമ്മ. അതെ, അവരുടെ കയ്യിൽ എന്ത് കത്തിയോ മറ്റോ ഉണ്ടോയെന്ന് അറിയില്ല. കത്തി ഉണ്ടെങ്കിൽ അവൾ നിന്നെ കുത്തി കൊല്ലട്ടെ അങ്ങോട്ടെന്ന് ജലജ പറയുന്നു. മര്യാദയ്ക്കിരുന്ന് ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ലെന്നും ആരെയും ഫേസ് ചെയ്യാനും പറ്റുന്നില്ല എന്നും അതിനൊക്കെ കാരണം നീ ഒറ്റയൊരുത്തനാണെന്നും പറഞ്ഞ് അമ്മ കുറ്റപ്പെടുത്തുമ്പം അമ്മ അവളെന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ അമ്മ നടക്കുന്നതെന്ന് പറഞ്ഞു അബി. എടാ എന്തായാലും അവളുടെ സ്വഭാവം വെച്ചിട്ട് അവൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകത്തില്ല, നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് ജലജ. അതെനിക്ക് അറിയാം അമ്മേ. അവൾ എന്നെ കൊല്ലാനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. പിന്നെ ഞാൻ എങ്ങനെയാണ് അമ്മ മുറിയിലോട്ട് പോകുന്നത്? എന്നാൽ പിന്നെ ഇവിടെ വേറെ മുറിയൊക്കെ ഉണ്ടല്ലോ, അവിടെ എങ്ങനെ പോയി കിടക്കടാന്ന് പറഞ്ഞു. അന്നേരത്തേക്കും ദേവയാനി ഇത് കേട്ടോണ്ട് വന്നു. അത് പറ്റത്തില്ല എന്നും പറഞ്ഞു. നമ്മൾ 2 എണ്ണങ്ങളും കൂടി ഇങ്ങനെ നോക്കുക. അല്ല ഇവനെന്തിനാ മുറിയൊക്കെ മാറി കിടക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഇവൻ്റെ മുറിയിൽ തന്നെ കിടക്കണം നവ്യോടൊപ്പം, അതാ വേണ്ടതെന്നും പറഞ്ഞ് ദേവയാനി പറയുമ്പം അത് അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട് ഏട്ടത്തി, അതുകൊണ്ടാണ്. അപ്പം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് ദേവയാനി പറഞ്ഞു.
ഇവനെപ്പോലെ ഒരുത്തൻ ഇവന് ജീവനോടെ ഇരിക്കണമെന്ന് ഇവിടെ ആർക്കും ആഗ്രഹമില്ലാത്തതാ. ഇവൻ പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. അച്ഛൻ വിളിപ്പിച്ചത് അവളുടെ മനസ്സൊന്ന് ശാന്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണെന്നും പിന്നെ എന്നിട്ട് അവൾ അച്ഛനോട് പോലും ഒരക്ഷരം മിണ്ടിയില്ലെന്ന കാര്യവും പറയുന്നു. എല്ലാം ഉള്ളിന് കൂട്ടിവെച്ചുകൊണ്ട് നടക്കുകയാണെന്നും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് പുലിമടയിലേക്ക് കയറി ചെല്ലുന്നതിനും തുല്യമല്ലേ ഏട്ടത്തി? അപ്പം അവിടേക്ക് തന്നെയല്ലേടി ഇവൻ കയറി ചെല്ലേണ്ടതെന്ന് ദേവയാനി ഈ ജലജയോട് ചോദിച്ചു. അവൾ ഉൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഈ സമ്മർദ്ദം ആര് കാരണം അടിയുണ്ടായത്? ആരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി? അത് നീ പറയാത്തത് എന്താണെന്ന് ചോദിച്ചു. ചന്തുമോള് അവൾ എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നുള്ള നല്ല ഭയവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഏതു നേരം മോള് ഞങ്ങളുടെ മുറിയിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ ഏട്ടത്തി? ഒരുത്തം കാരണം മനസമാധാനം പോയെന്ന് ജലജ. എടി, ഇവനെപ്പോലൊരു മോനെ ജനിപ്പിച്ചത് ആരാണോ അവർ തന്നെയാണ് ഇവനെ കൊന്നുകളയേണ്ടത്. എന്നിട്ട് നീയും മരിക്കണമെന്നും ദേവയാനി പറയുന്നു. മക്കളെ നേർവഴിക്ക് നടത്താത്ത ഒരു അമ്മയാ നീ. എന്നിട്ട് അവന്തികയ്ക്ക് വേറൊരു കുഴപ്പമില്ലല്ലോ എന്ന് ജലജ പറഞ്ഞപ്പം അവൾ അയർലൻഡിൽ പോയ ശേഷം മാറി. നിന്റെ അടുത്തുനിന്ന് പോയപ്പോൾ തന്നെ മോള് നന്നായെന്നും ദേവയാനി പറയുവാണ്. അവൾ വിദേശത്ത് പഠിക്കാൻ പോയില്ലായിരുന്നെങ്കിലേ അവൾ നിന്റെ താനി പകർപ്പായേനെന്നും ദേവയാനി ജലജയോട് പറയുക. എന്നിട്ട് എടാ, സമയം 10 മണി കഴിഞ്ഞു, നോക്കി നിൽക്കാതെ മുറിയിലോട്ട് പോടാ എന്നൊക്കെ പറയുമ്പം അത് പിന്നെ അമ്മായി എന്നോട് പോകാനല്ലേടാ പറഞ്ഞത്, പോടാ അങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് ദേവയാനി ഓടിച്ചു വിടുക. എൻ്റെ ദൈവമേ, എൻ്റെ മരണത്തിലേക്കാണോ എൻ്റെ അമ്മ പോകുന്നതെന്ന് ജലജി പറയുമ്പോൾ ആയിക്കോട്ടെ, നാളെ രാവിലെ അവന് ജീവനോടെ കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യമെന്ന് നീ കരുതിക്കോളാനും ദേവയാനി ജലജയോട് പറയുന്നു. അവൻ എന്ത് സംഭവിച്ചാലും ഇവിടെ ആരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ പോകുന്നില്ല, അത് നീ ഓർത്തോളാൻ പറഞ്ഞതേ. ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി. എൻ്റെ കുഞ്ഞിനെ മനഃപൂർവ്വം കൊല്ലാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അവളെന്നും പറഞ്ഞ് ജലജി അവിടെ നിൽക്കുവാണേ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അബി മുറിയിലേക്ക് ചെന്നു. നബി അന്നേരത്തേക്കും കിടന്നു. അവൻ പേടിച്ച് വിറച്ച് അങ്ങ് ചെന്നു. അവിടുന്ന് വാതിൽ കുറ്റി ഇട്ടില്ല, ചുമ്മാ അടച്ചു. എന്നിട്ട് ആ കട്ടിലേൽ അങ്ങ് ഇരിക്കുക. നബി ഒന്നും മിണ്ടാതെ മുകളിലോട്ട് നോക്കി തന്നെ കിടക്കുവാണ്. അബിക്ക് പേടി അടുത്ത് കിടക്കാൻ. അബിയാണെ പേടിച്ചരണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ഒന്നും മിണ്ടുന്നുമില്ല, നബിയെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ സമയത്ത് ഇവനിങ്ങനെ നബിയെ തന്നെ നോക്കുക. അപ്പം ഞാൻ പറയാനുള്ളതൊക്കെ നേരത്തെ പറഞ്ഞതാ. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും നിന്നോട് നേരത്തെ പറഞ്ഞതാണെന്ന് നബിയോട് അബി പിന്നെയും പറയുവാണ്. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിനകത്തുള്ളവർ നിൻ്റെ വീട്ടുകാരും പലതും പറയുമെന്നും നബിയോട് അബി പറയാം. അബിക്ക് പേടിയാവുന്നുണ്ട്. നിൻ്റെ അച്ഛനും അമ്മയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് നിൻ്റെ അനിയത്തിമാർ മാത്രമാണെന്ന് നബിയോട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് അവരെ നീ കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നു. നിനക്കറിയാവുന്ന കാര്യമാണ്. ഇടയ്ക്ക് നിൻ്റെ അമ്മ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ജ്വല്ലറിയിൽ ജോലിക്ക് പോകരുത്, ഒന്നിലും പങ്കെടുക്കരുതെന്ന്. നീ അവരുടെ മോഡലായിട്ട് പോയത് തന്നെ ഒരുപാട് എതിർപ്പുകളെ അവഗണിച്ചിട്ടാണെന്നും മൂർത്തി ജ്വല്ലറി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ AM ജ്വല്ലറിയുടെ മാനേജറാകുന്നത് അവർക്കാർക്കും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ പറയുന്നു. അതിന് ആദർശം നേനി മറ്റുള്ള എല്ലാവരും ചേർന്ന് നിൻ്റെ മനസ്സിനെ ഇളക്കി മറിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്ന കാര്യമൊക്കെ പറയുക. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദൈവമേ. ഇവൾ കേട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് അബി മനസ്സിൽ ചിന്തിക്കുക കേട്ടോ. ഇത്രയൊക്കെ നബിയോട് പറഞ്ഞിട്ട് തിരിഞ്ഞിനി നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഇവനിങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.